പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരം മുത്തഖികളുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ജീവിതത്തെയുമൊക്കെ ധാരാളമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിങ്ങൾ അത്തരമൊരു സ്മരണയെ അയവിറക്കുന്ന സന്ദർഭമാണ്. മുഴുവൻ മനുഷ്യ സമൂഹത്തിനുമുള്ള മാതൃകയായി നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിന്തുടരുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ആരാണ് ഇബ്രാഹിം നബിയുടെ മാതൃക പിന്തുടരാതിരിക്കുക, അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുക? ഇല്ലാമൻ സഫിഹ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം മുഴുവനും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുഴുവനും നമുക്ക് മാതൃകയാണ് എന്നതോടൊപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനകൾ, ദുആകൾ. വിശുദ്ധ ഖുർആൻ ധാരാളമായി, ഒരുപക്ഷെ മറ്റേത് പ്രവാചകന്മാരെക്കാളും കൂടുതലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയെ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മുസ്ലിം, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം വിശാലമായിരിക്കണം, അതിൻ്റെ രണ്ട് അതിരുകൾ, അതിൻ്റെ ആകാശവും ഭൂമിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മുഅ്മിനുകൾ എന്നുള്ള നിലക്ക് നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കണം, ജീവിതത്തെ ഏതിനു വേണ്ടി സമർപ്പിക്കണം എന്നൊക്കെയും ആ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തേത് വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ മതിലുകൾ പണിതുയർത്തി കഴിഞ്ഞ സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. കഅബ എന്ന് പറയുന്ന എക്കാലത്തെയും തൗഹീദിൻ്റെ പ്രതീകമായ ആ വിശുദ്ധ ഭവനം തന്നെ പണിതുയർത്തുന്ന സന്ദർഭത്തിൽ പോലും റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് അവർ രണ്ടുപേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനേക്കാളും ചെറിയ എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു അമലു സ്വാലിഹാത്ത് അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു നിയ്യത്തുണ്ടായിരിക്കും. ആ നിയ്യത്ത്, ആ ഉദ്ദേശം മാത്രം നന്നായാൽ പോരാ, മറിച്ച് ആ കർമ്മം അല്ലാഹു സ്വീകരിക്കുകയും വേണം. അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വാക്കർത്ഥം, നമ്മൾ സൽക്കർമ്മം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ അർത്ഥം അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങൾ എന്നാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സാധുവാകുന്ന കർമ്മങ്ങൾ എന്നാണ്.
അപ്പോൾ നമ്മൾ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇപ്പം നമ്മൾ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യും. രാത്രിയും പകലുമൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുന്ന സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ അധ്യാപകൻ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ ആ വിദ്യാർത്ഥിയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും മറ്റ് എന്തെന്തെല്ലാം നല്ല കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പരലോകത്തെ അവസ്ഥ എന്നുള്ളത് വളരെ ദയനീയമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നമസ്കാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്നൽ അബ്ദ ഇദാ സല്ല സ്വലാത്ത ഫലം യുതിമ്മ റുകൂഅഹ വലാ സുജൂദഹ. ചില നമസ്കാരക്കാർ അവർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവർ റുകൂവും സുജൂദും പൂർത്തിയാക്കുന്നില്ല. എവിടെയും നിൽക്കാൻ അവർക്ക് സമയമില്ല. കോഴി കൊത്തുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. ലുഫത്ത് കമാ യുലഫ സൗബുൽ ഹലഖ് ഫയുദ്രിബു ബിഹാ വജ്ഹഹു. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് അവരുടെ നമസ്കാരം പഴകിയ വസ്ത്രങ്ങൾ ചുരുട്ടിക്കൂട്ടുന്നത് പോലെ ചുരുട്ടിക്കൂട്ടിയിട്ട് അവരുടെ മുഖത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എറിയും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നമസ്കാരങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ചെറുതായിരിക്കട്ടെ, എത്ര വലുതായിരിക്കട്ടെ, അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. റബ്ബന തഖബ്ബൽ മിന്ന സ്വലാത്തന വ സിയാമന വ റുകൂഅന വ സുജൂദന വ ദുആന വ സായിറൽ അഅമാല കുല്ലഹ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമായി തീരണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായ കാര്യമാണ്. അതുപോലും നമുക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ രണ്ടാമതൊരു പ്രാർത്ഥന റബ്ബി ഹബിലി ഹുക്മൻ. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ വിവേകം, യുക്തിജ്ഞാനം നൽകണമേ എന്നാണ്. വിവേകവും യുക്തിജ്ഞാനവും ഓരോ മനുഷ്യൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് ഹുക്മ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്ന ആളുകളായിരിക്കും. ആ സമയത്തൊക്കെയും ആ വിഷയങ്ങളെ, പ്രതിസന്ധികളെ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സാഹചര്യത്തെ വിവേകത്തോടു കൂടി നോക്കിക്കാണാനുള്ള കഴിവാണ് ഒരു മനുഷ്യൻ്റെ ഹുക്മ് എന്ന് പറയുന്നത്. ആ ഹുക്മ് എനിക്ക് നൽകണമേ, ആ ബുദ്ധി എനിക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു കാര്യം അതായിരുന്നു. ഒരു വിഷയം, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെ കൃത്യമായി വിശകലനം ചെയ്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള ശേഷി അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ വിജയം വരിക്കുവാൻ ഈ വിവേകം വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ്. പല മഹത്തായ പ്രസ്ഥാനങ്ങളും തകർന്നു പോകാനുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാനുള്ള ഒരു കാരണം അത് നയിക്കുന്ന ആളുകൾക്ക് വിവേകപൂർണമായ തീരുമാനമെടുക്കാൻ, സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രശസ്തിയുടെയും വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ വളരെ മുകളിലെത്തിയ ആളുകൾ ഏതെങ്കിലും ഒരു പ്രലോഭനം വരുമ്പോഴേക്കും ഒരു ചീട്ടുകൊട്ടാരം കണക്കെ താഴേക്ക് പോയി സമൂഹത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ടവരായി മാറുന്ന ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭാവിയിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോയത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നില്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഖേദിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. നമ്മളൊക്കെ അത്യാവശ്യം അങ്ങനെ ആത്മകഥം ചെയ്യുന്ന ആളുകളാണല്ലോ. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയായിരിക്കും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും, നമ്മുടെ സമൂഹ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും, നമ്മുടെ കച്ചവടത്തിൽ അങ്ങനെയായിരിക്കും, നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ, നമ്മൾ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ നിക്ഷേപം നടത്തുന്ന സന്ദർഭത്തിൽ,
അപ്പോഴൊന്നും നമുക്ക് ഈ വിവേകം ഹുക്കുമില്ലാതെ പോയാൽ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അന്ന് നമ്മളെടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചില്ലല്ലോ എന്ന് നമ്മൾ പറയും. നമ്മുടെ അടുത്ത് കുറേ കാശ് വന്നു ചേർന്നാൽ അതിൻ്റെ അർത്ഥം കാശ് നമ്മുടെ കയ്യിൽ വന്നു ചേർന്നു എന്ന് മാത്രമാണ്, നമുക്കതിൻ്റെ ഹുക്കുമുണ്ട് എന്നല്ല. അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിലയിരുത്തും. കുറേ പൈസക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മൂപ്പര് തൊട്ടത് മൊത്തം പൈസ ആക്കുന്ന ആളാണ്, പൊന്നാക്കുന്ന ആളാണ് നമുക്ക് അഭിപ്രായപ്പെടും. അയാൾക്ക് കാശുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാശുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഹുക്കുമ് എന്ന് പറയുന്നത് അത് എങ്ങനെ ചെലവഴിക്കുന്നു, അത് എന്ത് ചെയ്യുന്നു എന്നതിനുള്ള നമ്മുടെ വിവേകത്തെയാണ് ഹുക്കുമ് എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളോടൊപ്പം ചേർക്കണമേ. ഈ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ നേരെ പോവുക പരലോകത്തേക്കാണ്, ആഖിറത്തിലേക്കാണ്. പരലോകത്ത് സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ചേർക്കണമേ, സ്വർഗത്തിലാക്കണമേ എന്ന് മാത്രമുള്ള പ്രാർത്ഥനയല്ല ഇത്. മറിച്ച് ഇഹലോകത്തും ദുനിയാവിലും നല്ലവരായ ആളുകളോടൊപ്പം നീ എന്നെ നമുക്ക് ജീവിക്കാൻ കഴിയണം പടച്ചവനെ, അതിന് നീ ഉദവി നൽകണം എന്നുള്ളതാണ്. നല്ല കൂട്ടുകാർ എനിക്കുണ്ടായിരിക്കുക, നല്ല സംഘം എനിക്കുണ്ടായിരിക്കുക, നല്ല സഹവാസം നമുക്കുണ്ടായിരിക്കുക, നല്ല സംഘടന എനിക്കുണ്ടായിരിക്കുക. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം യഥാർത്ഥത്തിൽ വിജയകരമായി മുഅ്മിനായി മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വൽഹിഖ്നി ബിസ്സാലിഹീൻ, ഇതൊക്കെ നമ്മൾ ഖുത്ബയിലും മറ്റ് പ്രാർത്ഥനകളൊക്കെ ധാരാളമായി കേൾക്കുകയും നമ്മൾ ആമീൻ പറയുകയും ചെയ്യുന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ആത്മപരിശോധന നടത്തേണ്ടതാണ്. എൻ്റെ കൂട്ടുകെട്ട് സജ്ജനങ്ങളോടൊപ്പമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സജ്ജനങ്ങളോടൊപ്പമല്ല നമ്മുടെ കൂട്ടുകെട്ട് എങ്കിൽ നമ്മൾ എത്ര നന്നാവണമെന്ന് തീരുമാനിച്ചാലും നമുക്ക് നന്നാവാൻ സാധിക്കില്ല. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ രാവിലെ സ്ഥിരമായി നടക്കാൻ തീരുമാനിച്ചു, അതിനൊന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നടക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു കൂട്ടുകാരൻ വന്നു ചേരുന്നതോടുകൂടി അദ്ദേഹം കൃത്യത ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മുടെ നടത്തവും പാളിപ്പോവും. അപ്പോൾ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഉണ്ടായിരിക്കണം. അതേപോലെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ വന്നു ചേരാനും ചെന്നു ചേരാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥന വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്നാണ്. ഇതിനു ശേഷം പിന്നീട് ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന ആളുകൾ, വരും തലമുറകളിൽ എനിക്കിനി സൽപ്പേരുണ്ടാക്കി തരണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. ഞാൻ മരിച്ചതിന് ശേഷവും വരും തലമുറ എന്നെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കണം, നല്ലത് മാത്രം പറയണം എന്നുള്ളത് എന്താണ്? അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, ദുആ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെറുതെ ഒരു ആഗ്രഹമല്ല, ആഗ്രഹം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അത് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ആളുകൾ നമ്മുടെ നന്മകളെ സംബന്ധിച്ച് പറയുക, അത് ഓർത്തെടുത്ത് പറയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല വ്യക്തിത്വത്തോടു കൂടി നമ്മൾ ജീവിക്കണം. നമ്മൾ നല്ല വ്യക്തിത്വത്തോടു കൂടി നല്ല മനുഷ്യരായി ഒരു മൂലയിൽ ജീവിച്ചാൽ ഒരാളും അങ്ങനെ അഭിപ്രായം പറയുകയില്ല. നമ്മൾ ആരാരും അറിയാതെ മരിച്ചു പോകും. നമ്മൾ നല്ലവരായി നല്ല വ്യക്തിത്വത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതോടൊപ്പം തന്നെ ആ ജീവിതം ആളുകൾക്കിടയിലും ആളുകൾക്ക് ഉപകാരപ്പെടുന്നവരും സമൂഹത്തിന് മുന്നിലുമായിരിക്കണം. അപ്പോഴാണല്ലോ ആളുകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിയുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന മാതൃകാ ജീവിതമായി തീരുക എന്നുള്ളത്, മാതൃകാ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്. എന്നെക്കുറിച്ച് ആളുകൾ വരും കാലങ്ങളിൽ നല്ലത് പറയണം എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഫറോവയെയും സംഘത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കിക്കൊന്നു. ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഒരാളും അതിലൊരു ഖേദം പ്രകടിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം.
ഈ ആയത്ത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ആകാശവും ഭൂമിയും കരയുകയോ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് അദ്ദേഹം വിശദീകരിച്ചു. യബ്കി അലൽ മുഅ്മിനി മൗദിഉ സുജൂദിഹി മിനൽ അർള് വമുസഅദു അമലിഹി മിനസ് സമാഅ്. ഒരു മുഅ്മിൻ മരിക്കുന്ന സന്ദർഭത്തിൽ കാലാകാലങ്ങളായി അദ്ദേഹം നമസ്കരിച്ചിരുന്ന സ്ഥലം, ഭൂമിയിലെ ആ പ്രദേശം, ആ ഇടം അയാൾക്ക് വേണ്ടി കരയും. വമുസഅദു അമലിഹി മിനസ് സമാഅ്. അതേപോലെ തന്നെ ഭൂമിയിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ ഉണ്ടായിരുന്നത്, അത് അള്ളാഹുവിന്റെ അടുക്കലേക്ക്, ആകാശത്തെ ലോകത്തേക്ക് കയറിപ്പോകുന്ന കവാടവും ആ സത്യവിശ്വാസിയെ ഓർത്തുകൊണ്ട് കരയുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായി ആ സഹാബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാണ്. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയമാക്കണമേ. ഞാൻ നിസ്കരിക്കുക, ഞാൻ നോമ്പ് നിൽക്കുക, ഞാൻ കുറെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുക, എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോവുക, അങ്ങനെയല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ജീവിക്കുന്ന നാട് നിർഭയമായിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി പണിയെടുത്തു. എന്നിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ മാതൃക പിന്തുടരാത്തവർ സ്വയം വിഡ്ഢികളാണ് എന്ന് പറഞ്ഞാൽ നാടിനെ നിർഭയമാക്കി തീർക്കണമേ, ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വിശ്വാസിയുടെ മുന്നിൽ കാണിച്ചു തരുന്ന മാതൃകയാണ് എന്നുള്ളതാണ്. തീർന്നില്ല, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും. അള്ളാഹുവിൽ, ആ കൂട്ടരിൽ, ആ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, അവർക്കിനി വിഭവങ്ങൾ, വർസുഖ് അഹ്ലഹു, ആ നാടിന്റെ അഹ്ലുകാർക്ക്, അതിൽ വിശ്വാസികളായ ആളുകൾക്ക് നീ റിസ്ക് നൽകണമേ, അവർക്ക് നല്ല സുഭിക്ഷമായ ക്ഷേമപൂർണമായ ജീവിതം നൽകുകയും ചെയ്യണമേ. അപ്പൊ നിർഭയത്വമുള്ള സുരക്ഷിതമായ ഒരു നാടിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, പണിയെടുക്കുന്നു. ആ വഴി നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ്, സ്വയം വിഡ്ഢികളായി കഴിയുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചു. മൻ ആമന മിൻഹും, ആ നാട്ടിലെ വിശ്വാസികളായ ആളുകൾക്ക് റിസ്ക് നൽകണമേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു. അവിടെ ചെറിയൊരു എഡിറ്റിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി. ഖാല വമൻ കഫറ, അങ്ങനെ വിശ്വാസികൾക്ക് മാത്രമല്ല, റിസ്ക് വമൻ കഫറ, സത്യനിഷേധികളായ ആളുകൾക്കും കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നിർഭയത്വമുള്ള നാട്, സുഭിക്ഷമായ നാട്, ക്ഷേമപൂർണമായ നാട് ഉണ്ടാക്കിയെടുക്കുക എന്നാൽ വിശ്വാസി, അവിശ്വാസി, കാഫിർ, മുഅ്മിൻ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവർക്കും അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ജീവിത ദൗത്യമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഉമത്തിഉ ഖലീലൻ സുമ്മ ഉദ്റുഹു ഇലാ അദാബിൻ നാരി വബിഅ്സൽ മസീർ. നിഷേധികളായ ആളുകൾക്ക് കുറച്ചു കാലം ഈ ആസ്വാദനമൊക്കെ ഉണ്ടാകുകയുള്ളൂ, പിന്നെ അവർ നരകത്തിലേക്ക് പോകും. അത് അള്ളാന്റെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ പണിയെടുക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് എല്ലാ മതവിശ്വാസങ്ങൾക്ക് അതീതമായി ഈ നാടിനെ, നാട്ടുകാർക്ക് ക്ഷേമവും നിർഭയത്വവും ഉണ്ടായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ്. വജ്നുബിനി വബനിയൻ നഅബുദൽ അസ്നാം. അടുത്തതായി പറയുന്നു, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും അനന്തര തലമുറകളെയും വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതിൽ, ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഒരു നാടിന്റെ തൗഹീദി വൽക്കരണം എന്ന് പറയുന്നതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദൗത്യമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. കേവലം കല്ലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നമ്മൾ കുമ്പിടുന്ന, അല്ലെങ്കിൽ നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, അതൊക്കെയും നമ്മുടെ മനസ്സിനകത്തുള്ള, നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉന്നത പദവികളായിരിക്കും. അത് ത്യജിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തും ത്യജിക്കുവാനോ അവിടെ ഒരു ദീനും അയാൾ പരിഗണിക്കുകയില്ല.
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തായിരിക്കും, ചില ആളുകൾക്ക് ഇണതുണകളായിരിക്കും എന്ന് തുടങ്ങി മറ്റ് ലൗകിക കാര്യങ്ങളെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആരാധനാപാത്രങ്ങളായിരിക്കും, ആരാധനാപാത്രങ്ങളായ വിഗ്രഹങ്ങളായി മാറാറുണ്ട്. അത്തരം വിഗ്രഹങ്ങളുടെ ഉപാസകരായി ഞാൻ മാത്രമല്ല എൻ്റെ മക്കളും അനന്തര തലമുറയും അങ്ങനെ ആയിപ്പോകരുതേ, അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്നാണ് വജുനുബിനി വബനിയൻ നഅ്ബുദൽ അസ്നാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരീനാ മനാസികനാ വതുബ് അലൈനാ. മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കണമേ. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവർ മാത്രമല്ല വമിൻ ദുർരിയ്യതിന, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും ഉമ്മത്തം മുസ്ലിമത്തൻ ലക്, നിനക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായത്തെ, ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. അപ്പൊ സ്വന്തം കാര്യം, സ്വന്തം മക്കളുടെ കാര്യം എന്നതിനപ്പുറത്തേക്ക് മക്കളുടെയും പേരമക്കളുടെയും ഭാവിയെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചിരുന്നു. അതാണ് ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു മാതൃക ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് വരെയും നല്ല ദീനീ അന്തരീക്ഷം, എൻ്റെ മയ്യിത്ത് അവിടെ നിന്ന് എടുക്കുന്നതോടുകൂടി അത് അവസാനിക്കുന്ന ഒരു അന്തരീക്ഷം എന്നതായിരിക്കരുത് നമ്മുടെ വീട്ടിലെ അവസ്ഥ, സാഹചര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ദീനീ ബോധം നൽകുവാൻ ഒരു ഉപ്പാക്ക്, ഒരു കുടുംബനാഥന് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്നർത്ഥം. മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്താനങ്ങളോടുള്ള, മക്കളോടുള്ള ചോദ്യം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാഅ ഇദ് അളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലി അബീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഇബ്രാഹിം യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മരണമെത്തിയ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇദ് ഖാല ലി അബീഹി മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക എന്ന് അദ്ദേഹം മക്കളോട് ചോദിച്ചപ്പോൾ ഖാലൂ, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, താങ്കളുടെ ഇലാഹിനെ, താങ്കളുടെ ഉപ്പമാരായ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കും. ഇലാഹൻ വാഹിദ, ഏകനായ അള്ളാഹുവിനെ. അപ്പൊ മക്കളുടെ കാര്യത്തിൽ ഒരു ഉപ്പാക്കുണ്ടായിരുന്ന ഉത്കണ്ഠയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേതായി ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കർമ്മങ്ങൾ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കണമേ, ഞങ്ങളുടെ അനന്തര തലമുറയെയും മുസ്ലിങ്ങളാക്കണമേ, ജീവിതത്തിൽ വിവേകം നൽകണമേ, അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ, നാടിൽ നിർഭയത്വവും സുരക്ഷിതത്വവും ക്ഷേമവും നൽകണമേ. ഇതൊക്കെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന. എന്നിട്ട് നമ്മളോട് പറയുന്നു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ, ഈ മാതൃകയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ സ്വയം വിഡ്ഢികളായി തീരുന്ന ആളുകളാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രാർത്ഥന ഞാൻ വളരെ ചുരുക്കി വിശദീകരിച്ചതാണ്. ഇതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നമുക്കത് എൻ്റെ ജീവിതം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം, ഒരു സ്വപ്നം, ഒരു പ്രതീക്ഷ, അതൊക്കെയും